ആര്യ വൈനേഴ്സ് കോളേജിൽ ഞാൻ 18-ാം വയസ്സിൽ പഠിക്കാൻ പോയി. ക്യാൻറ്റീനിൽ ചായ 18-ാം വയസ്സിൽ പഠിക്കാൻ പോയി ക്യാൻറ്റീനിൽ കഴിക്കാൻ പോയപ്പോൾ അവിടെ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരാൾ നിൽക്കണം ഞാൻ കണ്ടു. ആൾ കൊള്ളാമെന്നൊക്കെ തോന്നി. കൊള്ളാമെന്നുള്ള ഒരാൾ അപ്പോഴും നമ്മളിങ്ങനെ നോക്കാൻ പോകില്ലല്ലോ. എന്തോ ഒരു നല്ലൊരു വൈബ് കിട്ടി. അപ്പം തന്നെ നമ്മൾ ചെറിയൊരു ജാടയെ കാണിച്ച് പഴംപൊരിയൊക്കെ എടുത്തങ്ങ് നടന്നങ്ങ് പോയി. പിന്നെയാണ് മനസ്സിലായത് അത് ചാരു ആയിരുന്നു. അപ്പം അങ്ങനെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട്. അന്ന് ചാരു എന്തായിരുന്നു ക്യാൻറ്റീനിൽ കഴിച്ചുകൊണ്ടിരുന്നത്? അടുത്ത ഇന്റർവ്യൂ തരാനുള്ളതാ. എന്താണ് ഉണ്ടായിരുന്ന സമയത്ത് സഞ്ജു കാണുന്ന എനിക്ക് കണ്ടുകൂടല്ലോ, ഞാനൊന്നും അറിയുന്നില്ലല്ലോ സഞ്ജുവിനെ. അന്ന് പപ്സ് ഒക്കെ കടിച്ചിരിക്കും ഇവിടെ ഫുൾ പൊടിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നു. ആ സമയത്തൊക്കെ ഫുൾ പപ്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ട് ഹായ് പറഞ്ഞു. പിന്നെ ഹായ് പറഞ്ഞിട്ട് ഹായ് പറഞ്ഞില്ല, അന്ന് പറഞ്ഞില്ല. അതല്ലേ പറഞ്ഞു, നമ്മൾ അങ്ങനെ ഹായ് പറയാൻ പാടില്ലല്ലോ. ജാട ആദ്യം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അല്ലേ? ബ്രോനെ അറിഞ്ഞൂടെ? പഴയ സാധനം, നമ്മുടെ ആ സാധനം ഇട്ടു ഇറക്കി അങ്ങ് ജാടയെ കാണിച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിൽ എനിക്കൊരു റിക്വസ്റ്റ് വന്നു. അപ്പോൾ അത് റിക്വസ്റ്റ് വന്നത് ഒരു ചാരുവിന്റെ ഫ്രണ്ടായിരുന്നു. പക്ഷെ അതില് രണ്ടുപേരുണ്ടായിരുന്നു പ്രൊഫൈൽ പിക്ചറിൽ. ഇത് ആളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ അവർക്ക് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ആദ്യം തന്നെ മെസ്സേജ് അയച്ച കൂടെ ഉള്ള ആളാരെന്ന് ചോദിച്ചു. ഞാൻ ഇവാനിസിൽ പഠിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഇവാനിസിൽ പഠിക്കുന്ന ചാരു എന്നാണ് പേര്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ അപ്പൊ തന്നെ പ്രൊഫൈലിലൊക്കെ പോയി ഞാൻ എന്റെ റിക്വസ്റ്റ് അങ്ങോട്ട് അയച്ചു. അവിടെ നമ്മള് ജാട ചെറുതായിട്ടൊന്ന് അയഞ്ഞു. കൂടുതൽ ജാട കാണിക്കാൻ പാടില്ല, റൂട്ട് അറിയാം. ഇടാം പക്ഷെ കൂടുതൽ ഇടാൻ പാടില്ല. റിക്വസ്റ്റ് അയച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അത് അക്സെപ്റ്റ് ആയി. അപ്പൊ തന്നെ അങ്ങനെ അപ്പൊ ശരിക്കും റിക്വസ്റ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുവായിരുന്നോ? ഇല്ല, ആക്കറിഞ്ഞൂടാ, എന്നെ അറിഞ്ഞൂടാ. അവിടെ കോളേജിലൊക്കെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ക്രിക്കറ്റ് കാണാമല്ലോ, സാംസൺ വന്നിട്ടുണ്ട്. ആരാ സഞ്ജു സാംസൺ? അങ്ങനെയൊക്കെ നടക്കുന്ന ആളായിരുന്നു. അപ്പോഴാണ് ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നമ്മുടെ ഇന്റർവ്യൂ കണ്ടിങ്ങനെ ഇരിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റിക്വസ്റ്റ് അയക്കുന്നത്. ഓവർ ടു ചാരു റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റ് വരുന്നതിന് മുന്നേ ഈ ഫ്രണ്ട് മറ്റേ റിക്വസ്റ്റ് അയച്ചപ്പോ ചോദിച്ചില്ലേ കൂടെ ഉള്ള സ്ക്രീൻഷോട്ട് വന്നായിരുന്നു. എന്നെ ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു ഇങ്ങനെ ഒരു വരവ് വരുന്നുണ്ട്. ഒരു റിക്വസ്റ്റ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാനിത് ആരാ ഇത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബിലുണ്ടായിരുന്നു 1-2 വീഡിയോസ് ഒക്കെ കണ്ടൊന്ന് അസസ് ചെയ്ത് വെച്ചു എങ്ങനെയാന്ന്. അപ്പൊ റിക്വസ്റ്റ് വന്നപ്പം പിന്നെ കോളേജിലും പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ പേര് ഓൾറെഡി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ മെസ്സേജ് അയച്ചു. അങ്ങനെ നമ്മളെ പതുക്കെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു. യവൻ കാരണം